മാതൃഭൂമി ആരോഗ്യമാസികയും ആയുർദർശൻ ആയുർവേദ ചികിത്സയും ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടി KP കുഞ്ഞമ്മദ്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായാണ് മാതൃഭൂമി ആരോഗ്യമാസികയും തിരുവള്ളൂരിലെ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയവും ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടി KP കുഞ്ഞമ്മദ്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത്. പരസ്പരമായി കാര്യങ്ങൾ ചർച്ച ചെയ്തും ഗവേഷണം നടത്തിയും ഓരോ ശാഖയും ഓരോ രോഗത്തിനും ഓരോ ശാഖയിലുള്ള സംഭാവനകൾ സംയോജിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അനാരോഗ്യകരമായ മത്സരമാണ് എപ്പോഴും ഉള്ളത് എന്ന് കാണാം. ഞാനിവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് എനിക്കുണ്ടായ നേര അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ വെക്കുമ്പോൾ അതിലുള്ള അനാരോഗ്യകരമായ കിടമത്സരങ്ങൾ കാണാം. ഒരു ശാഖയെ മറ്റൊരു ശാഖ അടച്ചാക്ഷേപിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ ഉണ്ടെന്ന് കാണാൻ കഴിയും. തീർച്ചയായും അത്തരമൊരു മെഡിക്കൽ രംഗത്ത് അനാരോഗ്യകരമായ മത്സരങ്ങളാണ് നടക്കുന്നതെന്നും ഒരു ശാഖ മറ്റൊരു ശാഖയെ അധിക്ഷേപിക്കുന്ന രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാ ശാഖകളും സംയോജിപ്പിച്ച മികച്ച രീതിയിൽ മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും MLA അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ മാതൃഭൂമി വടകര സ്റ്റാഫ് കറസ്പോണ്ടന്റ് P. ലിജീഷ് അധ്യക്ഷത വഹിച്ചു. ആയുർദർശൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ RV ആര്യമിത്ര, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KP ഷഹനാസ്, ഗോപി നാരായണൻ, ഡോക്ടർ പൗർണമി മോഹൻ, മാതൃഭൂമി സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് CK സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. MN സരസ, VP ജിനി, റിതുൻ രാജ, MB ജുല, മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ M ശ്രീജേഷ്, പ്രതിനിധികളായ VK ഇസ്ഹാക്ക്, M വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.